മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവും മുഖ്യപ്രതിയുമായ അനിലിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏത് വിമാനത്താവളത്തിൽ എത്തിയാലും പിടികൂടാനാണ് നീക്കം. ഇന്റർപോൾ മുഖേന റെഡ് കോർണർ നോട്ടീസും ഉടൻ പുറപ്പെടുവിക്കും. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും കസ്റ്റഡി കാലാവധി തീരാൻ ഇനി 3 ദിവസം മാത്രമാണുള്ളത്. ജിനു, സോമരാജൻ, പ്രമോദ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ശാസ്ത്രീയ തെളിവുകളുടെ അഭാവവും മൊഴികളിൽ വൈരുദ്ധ്യവും ഉള്ളതിനാൽ അനിലിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാണ് പോലീസ് നീക്കം. വിവരശേഖരണത്തിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ അന്വേഷണ സംഘം കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 15 വർഷം മുമ്പ് ചെന്നിത്തല ഇരമത്തൂർ പായിക്കാട്ട് മീനത്തേതിൽ കലയെ കൊന്ന കേസിൽ തെളിവെടുപ്പ് ഇന്നലെയും നടന്നില്ല. കല കൊല്ലപ്പെട്ടതിനെയും മൃതദേഹം മറവു ചെയ്തതിനെയും കുറിച്ചുള്ള അവ്യക്തത തുടരുകയാണ്. കസ്റ്റഡിയിലുള്ള ചെന്നിത്തല ഇരമത്തൂർ കണ്ണമ്പള്ളിൽ ജിനു ഗോപി, കണ്ണമ്പള്ളിൽ സോമരാജൻ, കണ്ണമ്പള്ളിൽ പ്രമോദ് എന്നിവരെ വ്യാഴാഴ്ച മുഴുവൻ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരമൊന്നും ലഭിച്ചില്ല. രാത്രിയോടെ 2ഉം 4ഉം പ്രതികളായ ജിനു ഗോപി, പ്രമോദ് എന്നിവരെ 2 ഇടങ്ങളിലേക്ക് മാറ്റി. 3ആം പ്രതി സോമരാജൻ മാത്രമാണ് മാന്നാർ സ്റ്റേഷനിലുള്ളത്. 3 പേരെയും വെവ്വേറെ സ്ഥലങ്ങളിലിരുത്തി ചോദ്യം ചെയ്യാനായിരുന്നു ഇത്. ഇവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും ഇന്നലെ ചോദ്യം ചെയ്തു. കലയുടെ സഹോദരങ്ങളായ കവികുമാർ, കലാധരൻ എന്നിവരെ കഴിഞ്ഞ ദിവസം മാന്നാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. കലയുടെ ഭർത്താവും 1ആം പ്രതിയുമായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിയും ആരംഭിച്ചു. 15 വർഷം മുമ്പ് പ്രതികളുമായി ബന്ധമുണ്ടായിരുന്നവരെയും ചോദ്യം ചെയ്യുകയാണ്. കല നാടുവിട്ട ശേഷം പാലക്കാടുണ്ടെന്ന നിലയിൽ ബന്ധുവിന് ലഭിച്ച ഫോൺ കോളിനെ പറ്റിയും അന്വേഷിക്കും. സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ കലയുടേതാണോ എന്ന് ഉറപ്പിക്കാനുള്ള DNA പരിശോധനാ ഫലം അടുത്തയാഴ്ച തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വിവരം പുറത്തു വന്ന ദിവസം മകനെ വിളിച്ച് കലയെ കൊന്നിട്ടില്ലെന്ന് അനിൽ പറഞ്ഞതും ഗൗരവമായാണ് പോലീസ് കാണുന്നത്. ദൃശ്യം മോഡലിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനാകാതെ വിധം ഒളിപ്പിച്ചോ എന്നും സംശയമുണ്ട്. കെട്ടിട അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ടാങ്കിൽ നിന്ന് കണ്ടെത്തിയതോടെ നിർമ്മാണ തൊഴിലാളിയായ അനിൽ അസ്ഥികൂടം ഉൾപ്പെടെയുള്ളവ എവിടെ സുരക്ഷിതമാക്കിയെന്നാണ് കരുതുന്നത്. അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്ത് കുഴികളുണ്ടാക്കി പരിശോധിക്കും. വീടിനോട് ചേർന്ന് ഭൂമിക്കടിയിൽ ടാങ്കോ മറ്റെന്തെങ്കിലും നിർമ്മാണങ്ങളോ ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. സംഭവ സമയത്ത് അനിൽ കെട്ടിട നിർമ്മാണ പണിക്കാരനായതുകൊണ്ട് ഇത്തരം സാധ്യതകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം കേസിൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. 2009 ഡിസംബറിലെ ആദ്യ ആഴ്ച പെരുമ്പുഴ പാലത്തിന് മുകളിൽ കാറിൽ വച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കൊലപാതകം നടത്താനായി പെരുമ്പുഴ പാലം തെരഞ്ഞെടുത്തത് മൃതദേഹം ആറ്റിൽ തള്ളുകയെന്ന പദ്ധതി അനുസരിച്ചാണെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ പ്രതികൾ പദ്ധതി മാറ്റുകയായിരുന്നു.